സോഡാ കുപ്പി ഇരിക്കുന്നതാണ്, അവനെ ഒന്ന് കളിയാക്കിയാലോ നമുക്കൊന്ന്. ഓക്കെ. സോഡാ കുപ്പി നീയാക്കി എന്ത് ചെയ്യുവോ? എടാ നിന്നോടൊക്കെ പറഞ്ഞല്ലോ പിന്നെ സോഡ കുപ്പിയിലൊന്ന് വിളിക്കുന്നു. നീ ആരാ ഇത് പറയാൻ? സോഡാ കുപ്പി എന്നല്ല, നിന്നെ കണ്ണുകൊട്ടാന്ന് വിളിക്കുന്നോടാ. പോട്ടെ, അവർ നമ്മുടെ കൂട്ടുകാരല്ലയോ, എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നത്. അശ്വിനെയും കാശിയുടെ കൂടെ വിളിക്കുക. എനിക്കൊന്നും വയ്യ, നീ വേണമെങ്കിൽ വിളി. വാടാ അശ്വിനും കാശിയും. സോഡ കുപ്പിയിൽ വിളിച്ചില്ലേ, നമുക്കൊന്ന് പോകാം. നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെ ഉണ്ടോ വിശേഷം? പിന്നെ നിനക്ക് പറയേണ്ട താമസം, നിനക്കെല്ലാം അങ്ങ് മനസ്സിലാവുമോ? ഉള്ളവർക്ക് കാണാൻ പറ്റുന്നത് പിന്നെയാ നിനക്ക്. നിങ്ങളൊക്കെ അല്ലടാ എൻ്റെ ലോകം. നിങ്ങൾ പറയുന്ന കാഴ്ചയുള്ളൂ എനിക്കുള്ളൂ. ഒന്ന് പറയടാ, അറിയാനുള്ള കൊതി കൊണ്ടാ. പിൻവാലി പോയില്ലായിരുന്നു, എന്തോ രസമുള്ളതായിരുന്നു. പറയടാ, എന്തൊക്കെയാടാ അവിടുത്തെ കാര്യങ്ങൾ, ഒന്ന് പറയടാ. ഒന്നുമില്ല, പറയാൻ മാത്രം വലുതായിട്ട് ഒന്നുമില്ല. ഞങ്ങൾ പിന്നെ അങ്ങ് എൻജോയ് ചെയ്തതേ ഉള്ളൂ. നമുക്കന്ന് പോവാം, ഞങ്ങളന്ന് പോവാണേ. എന്റെ പേന കാണുന്നില്ല. അയ്യോ എന്റെ പേന. നീ എന്റെ പേന എടുത്തോ? ഞാനൊന്നും എടുത്തില്ല. എന്റെ പേന എടുത്ത്. ഇവനെ എടുക്കത്തുള്ളൂ, ഇവൻ തന്നെയാ. എന്റെ പേനാടാ. ഞാനൊന്നും എടുത്തില്ല. ഡാ കാശി, നിന്റെ പേനെടുത്ത അശ്വിനാ. ഞങ്ങള് കണ്ടില്ല അശ്വിനെ എടുക്കുന്ന, അപ്പഴ കണ്ണുവട്ടനായ നീ. നീ ഒന്ന് നോക്കിക്കേ, അശ്വിന്റെ മുഖം വീർത്താണോ ഇരിക്കുന്നേ? അവന്റെ ശബ്ദം കണ്ടോ വിറയ്ക്കുന്നത്? അവൻ തന്നെ അതെടുത്തേ. നമ്മൾ കള്ളത്തരം കാണിക്കാതെ നമ്മുടെ ശരീരത്തിലുള്ള മാറ്റം ഇതൊക്കെ. ഇവൻ തന്നെ എടുത്തത്. ശരിയാണല്ലോ. എന്തായാലും അവന്റെ ബാഗ് ഒന്ന് പരിശോധിച്ചേക്കാം. അശ്വിനി, ഇപ്പൊ കണ്ടോ ഞാൻ പറയുന്നത് ശരിയാണെന്ന്? സോറിയടാ, എന്തുകൊണ്ട് ഞാൻ നിന്നെ സോഡ കുപ്പിന്ന് വിളിക്കത്തില്ലടാ. എന്നോട് ക്ഷമിക്കടാ. നമ്മൾ ഫ്രണ്ട്സ് അല്ലേടാ. ഞാൻ ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. ദേവു എനിക്കൊരു കുറവ് തന്നിട്ടുണ്ട്, കണ്ണ് കാണില്ല. അതേപോലെ തന്നെ ദേവു എനിക്ക് കഴിവും തന്നിട്ടുണ്ട്. മനുഷ്യരുടെ കള്ളത്തരം എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും.